സാധാരണക്കാരെ അല്ല, വേദനിക്കുന്ന മനുഷ്യന്മാർ അതായത് ഈ ഒരു കാര്യത്തില് രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയോ അല്ല വേണ്ടത്. ഞങ്ങളെ പോലത്തെ എന്താ പറയാ നിസ്സഹായതയോടുകൂടി വീട് വിട്ട് ഇറങ്ങിയ ആളുകളുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണ് ആണല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കുള്ള ഒരു ഭവനം, വീട് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിലവില് സർക്കാർ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിലവിലുള്ളത് 410 വീടുകളാണ്. ആ 410 വീടുകളിൽ 104ഓളം ആളുകൾ സർക്കാരിൽ നിന്ന് 15 ലക്ഷവും അതോടൊപ്പം തന്നെ 2 മാസത്തെ വാടകയും മേടിച്ച് വന്നു. അതെന്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്? ഇവിടെയുള്ള മുസ്ലിം ലീഗും അതുപോലെ തന്നെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അതിലൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പുനരധിവാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് 7 സെന്റ് സ്ഥലവും ഒരു വീടും അതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ കൽപ്പറ്റയിൽ മാർക്കറ്റ് വാല്യൂ, ആ ബൈപ്പാസിലെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു 10 ലക്ഷം വെച്ച് കൂട്ടിയാൽ 10-15 ലക്ഷം ഇപ്പോൾ അവിടെ വിലയുണ്ട്. 10 ലക്ഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 7 സെന്റിന് 70 ലക്ഷം രൂപയായി. അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കുന്നത് 20 ലക്ഷം വെച്ചുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ ഒരു ഗുണഭോക്താവിന് ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ വീടും സ്ഥലവും കിട്ടേണ്ട ഇടത്ത് നിന്നാണ്. പറയട്ടെ ചോദിക്കാം, നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക്. ആ ആളുകളിൽ നിന്നാണ് അവിടെ നിന്നാണ് ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ള ഭൂമി മേപ്പാടിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഭൂമിയിൽ നിലവിലെ മാർക്കറ്റ് വാല്യൂനെ കുറിച്ച് അവിടെ വലിയ ചർച്ച നടക്കുകയാണ്. നിലവിൽ 30,000-40,000 രൂപക്ക് അവിടെ ഭൂമി കിട്ടാനുണ്ട്. ആ ഭൂമിയാണ് 1.25 ലക്ഷത്തിന് ലീഗ് എടുത്തിട്ടുള്ളത്. അവിടെ ഒരാൾക്ക്, ഇവിടെ നിന്ന് പോയിട്ടുള്ള ഒരാൾക്ക് വീട് വെക്കുകയാണെങ്കിൽ നിലവിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 8 സെന്റ് സ്ഥലമാണ്. ആ 8 സെന്റ് സ്ഥലത്തിന് 8 ലക്ഷം രൂപ. ലീഗ് വെക്കുന്ന വീടിന് എത്രയാ? കയറി വന്നാൽ 10 ലക്ഷം രൂപ. അങ്ങനെ വന്നാൽ 20 ലക്ഷം രൂപയുടെ. പ്രശാന്ത്, ഇതൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു സഹായം ചെയ്തിട്ടില്ല. ഫ്രാൻസിന്റെ മറുപടി എനിക്ക് പറയാനുണ്ട്. ഫ്രാൻസിസേ, ഈ നിങ്ങൾ ഈ പറഞ്ഞതിന് ശേഷമൊക്കെ എത്രയോ വെള്ളം ഒലിച്ചു പോയിട്ടോ, അതൊന്നും നിങ്ങൾ ജനങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ആ നിന്നിടത്ത് തന്നെ നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ ഫ്രാൻസിസ്, ഫെബ്രുവരി മാസം 11-ാം തീയതി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ് റീഹാബിലിറ്റേഷൻ നെടുമ്പാല എസ്റ്റേറ്റിലും എൽസൺ എസ്റ്റേറ്റിലും കൂടി 111-ഉം 87-ഉം 198 കോടി സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ കിട്ടിയിട്ടുണ്ടോ? ഫെബ്രുവരി മാസം 11-ാം തീയതി ഫെബ്രുവരി മാസം 11-ാം തീയതി ശരി, ഇതെന്താ പറയാൻ സമ്മതിക്കാത്ത? നിങ്ങൾക്ക് റീഹാബിലിറ്റേഷന് വേണ്ടി, അതായത് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി 198 കോടി രൂപ ഫെബ്രുവരി മാസം 11-ാം തീയതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത് അവര് പറയട്ടെ. ഒറ്റ രണ്ടാമത് അവിടെ അത് നിങ്ങൾ പറയണം ആ പൈസ എവിടെയെന്ന്. നിങ്ങൾ പുന്നപ്പുഴയില് 65 കോടി, ഫയർ ആൻഡ് റെസ്ക്യൂ 21 കോടി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ചൂരൽമല 38 കോടി. സർക്കാർ ഫണ്ട് ട്രാൻസ്ഫർ എന്തായാലും എന്തായാലും ഈ മനുഷ്യന്മാർക്ക് ആവശ്യപ്പെടാനുള്ളത് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് സുഗമമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ്. അതിലെ രാഷ്ട്രീയ തർക്കം എന്തായാലും